ഒഴിവ് സമയങ്ങളൊക്കെ വലിയ അമൂല്യമായ സന്ദർഭങ്ങളല്ലേ. അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാവാം. ഒന്ന്, ഈ പറഞ്ഞത് ശരിയാണ്. അഥവാ ആരോഗ്യപരമായ കാര്യങ്ങൾ അത് സംരക്ഷിക്കുവാനും ഓരോ കുട്ടിയുടെയും സ്വയം പ്രതിരോധ ശേഷി അത് നേടാനും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട്. എന്നാലോ മതകൽപ്പനകൾക്ക് അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ള ബോധവും കൂടി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. എല്ലാം വേണം. വെറും പഠനം മാത്രമല്ല, വെക്കേഷൻ പ്രമാണിച്ച് ഫുള്ളായി വെക്കേഷൻ കോഴ്സുകൾ എന്ന് പറയുന്ന പ്രത്യേകമായ ചില പഠനരീതികളുണ്ട്. അത് അത്ര പ്രോത്സാഹനജനകമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും സമയം പഠിച്ചു പരീക്ഷ എഴുതി വന്ന കുട്ടികളെ വീണ്ടും ഒരു കോഴ്സ് ഈ ഒരു വെക്കേഷൻ സമയത്ത് അത് പൂർത്തിയാക്കാൻ അതിനു വേണ്ടി മാത്രമാവരുത്. പക്ഷേ അതും കൂടെ വേണം. അതിൽ കൂടുതലും വേണ്ടത് മതപരമായ വിഷയങ്ങളിലുള്ള അവർക്കുള്ള പരിചരണവും അവർക്കുള്ള ഉപദേശങ്ങളുമാണ്. രണ്ടും ഒന്നിച്ചു പോകണം. അസബി വലവുഖാന നബിയ എന്നാണ്. ഒരു കുട്ടി ആ കുട്ടിയുടെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അത് ആനയുടെ കുട്ടിയാണെങ്കിലും പുലിയുടെ കുട്ടിയാണെങ്കിലും സിംഹത്തിന്റെ കുട്ടിയാണെങ്കിലും ഒക്കെ ഗൗരവമുള്ള മൃഗങ്ങളാണത്. സിംഹത്തിൻ്റെ അടുത്തും തമാശ പറ്റൂല. പക്ഷെ സിംഹക്കുട്ടിയാണെങ്കിൽ പോലും അത് കുട്ടിയാണെങ്കിൽ അത് കളിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കളി എന്നുള്ളത് കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ആരോഗ്യപരമായി നമ്മുടെ മക്കൾക്ക് ഉതകുന്നതാണോ പറ്റുന്നതാണോ എന്നുള്ള രീതിയിലുള്ള അതും കൂടെ നോക്കിയിട്ടായിരിക്കണം നമ്മുടെ കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒഴിവുകാളെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നമ്മുടെ കുട്ടികളിൽ നമ്മുടെ ശത്രുക്കളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത്. ഇന്ന മിൻ അസ്വാജികും, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലുണ്ട്. വഔലാദികും, നിങ്ങളുടെ കുട്ടികളിലുമുണ്ട്. അദുവ്വൻ ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട്. ദുനിയാവിൽ നിങ്ങളുടെ ശത്രുക്കളുണ്ട്, ആഖിറത്തിലും നിങ്ങളുടെ ശത്രുക്കളുണ്ടാകും. ഫഹ്ദറൂഹും, നല്ലോണം പേടിക്കണം. നമ്മുടെ മക്കളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഭൂമുഖത്ത് നമ്മുടെ കൊലയാളികൾ നമ്മുടെ മക്കളാവും. അല്ലെങ്കിൽ നമ്മൾ മാനക്കേടിലാവുന്ന രീതിയിൽ നമ്മളെ മക്കൾ നമ്മളെ കൊണ്ട് അങ്ങനെ ആക്കിപ്പിക്കും നമ്മളെ. അല്ലെങ്കിലോ ആഖിറത്തിൽ നമ്മൾ മക്കളെ കൊണ്ട് പരാജയപ്പെടും. ഖുർആൻ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂ അൻഫുസകും, അവിടെയും യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ഭാര്യ മക്കളുടെ ശരീരവും കൂടി നിങ്ങൾ നരകത്തിൽ രക്ഷപ്പെടുത്തണമെന്നാണ് അള്ളാഹു നമ്മളോട് ഖുർആനിലൂടെ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നമ്മോട് പറയുകയുണ്ടായി, ലാ യുഅദ്ദിബു റജുലു വലദഹു ഖൈറുൻ മിൻ അൻ യതസദ്ദഖ ബിസ്സാ. ലാ യുഅദ്ദിബു റജുൽ, ഒരാള് ഒരു കുട്ടിക്ക് മര്യാദ പഠിപ്പിക്കലാണ് സ്വതക്ക, ഒരു സാവ് കൊണ്ട് സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഒരു കുട്ടിക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ. അതിന് പറ്റുന്ന സന്ദർഭമാവണം ഇതുപോലെയുള്ള ഇടപാടുകൾ, ഒഴിവ് സന്ദർഭങ്ങൾ. ഇത് നിസാരമായി നമ്മൾ തള്ളേണ്ടതല്ല. എല്ലാം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോ നമ്മുടെ ഒമാനിലും മറ്റുമൊക്കെ മിന്നൽ പ്രളയം ഉണ്ടായി. ഈ മിന്നൽ പ്രളയം വന്നപ്പോഴേ മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നീന്തം എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിരോധമാണ്. പല ആളുകളും അതിൽ മരണപ്പെട്ടു പോയി. പലരും ഈ നീന്തൽ എന്ന് പറയുന്നത് പല ആളുകൾക്കും വശമില്ലാത്തതാണ്. പല ആളുകളും അത് ശ്രദ്ധിക്കാത്തതുമാണ്. ഫ്ലാറ്റുകളിലല്ലേ ജീവിക്കുന്നത്. പിന്നെ എന്ത് സംഭവിക്കാൻ, എവിടെ പ്രളയം വരാന്? കാർഷിക മേഖലകളും പുഴയോരങ്ങളിലും പുഴവക്കുകളിലും ഒക്കെ ആണെങ്കിൽ പക്ഷേ ഉണ്ടാവാം. ഇതിപ്പോ പോയി വലിയ വലിയ അങ്ങാടികളും വലിയ സ്ഥലങ്ങളിലൊക്കെ പോയി, വലിയ സ്ഥലങ്ങളിൽ പോയി വലിയ ഫ്ലാറ്റുകൾ താമസിക്കുമ്പോഴേ ചെറിയൊരു മുറ്റം മാത്രമുള്ള അവർക്കൊക്കെ അവിടെ നീന്താനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നേടാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലിമു അബ്നായകും ഇസ്തിബാഹ വർറം. നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് നീന്തം പഠിപ്പിച്ചു കൊടുക്കണം. വർറം, അതുപോലെ തന്നെ അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം.
പെണ്ണിനും പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് നൂല് നൂൽക്കാനും മറ്റും പെണ്ണുങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. അത് ആണുങ്ങൾക്കില്ല, അത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ ഔലാദുക്കും കൂറവല്ലനാസ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നീന്തം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ ആണും പെട്ടു പെണ്ണും പെട്ടു, രണ്ട് വിഭാഗത്തും നീന്തം പഠിപ്പിച്ചു കൊടുക്കണം. വർഷം അതുപോലെ തന്നെ അമ്പയ്യാനും അതും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ വലിയ പ്രചോദനമുള്ളതാണ്. ഇങ്ങനെയുള്ള കായികമായ രീതിയിലുള്ള അഭ്യാസങ്ങളും നീന്തലടക്കമുള്ളതൊക്കെ പഠിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ വിനിയോഗിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള രീതിയിലാവരുത്. പിന്നീട് മത്സരങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാകും. അത് കായികമായിട്ടുള്ള എന്താണെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അപവഹിക്കാത്ത രീതിയിൽ, ഫർളായ നമസ്കാരങ്ങൾ കളാക്കാത്ത രീതിയിൽ ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലുള്ള കളികൾ ഉണ്ടാകും. ഒരു ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോഴേ ഇങ്ങനെ പോകുമ്പോഴേ മർറ ബി ഖൗമിൻ ഖബീലത്തി അസ്ലം കബീലയുടെ കൂടെ അടുത്തുകൂടെ അങ്ങനെ നടന്നു പോവാൻ. അപ്പോഴോ അവരുണ്ടിങ്ങനെ അമ്പെയ്തുകൊണ്ട് മത്സരം നടത്തുകയാണ്. അമ്പെയ്യുമ്പോൾ അത് അതിൻ്റെ നിശ്ചിതമായ സ്ഥലത്തേക്ക് എത്തണം. അത് അവിടെ പോയത് പതിച്ചോളണം. അത് വലിയൊരു മത്സരമാണ്. നമ്മളാണെങ്കിൽ ഇപ്പൊ ഇന്ന് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കാറുള്ളത്. അന്ന് കണ്ട മത്സരം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർമൂ ബനി ഇസ്മായിലിന്റെ സന്തതികളെ നിങ്ങൾ അറിയുകയും ആ കളിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞ് കളി എന്നൊന്നും പറഞ്ഞ എല്ലാ കളികളൊന്നും ഇങ്ങനെയുള്ള പ്രയോജകരമായ കളികളും അഭ്യാസങ്ങളും ഒക്കെ നമ്മുടെ മക്കൾക്ക് വശമാണ്. അള്ളാഹുവിന്റെ റസൂലിനുള്ള പ്രചോദനമാണ് നൽകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെന്നപ്പോയി അവിടെ മത്സരിക്കുകയാണ്. അമ്പെയ്ത് കൊണ്ട് മത്സരിക്കുകയാണ് അവർ. ഇസ്മായിലിന്റെ സന്തതികളെ നിങ്ങൾ അറിഞ്ഞോളൂ. നിങ്ങളെ ബാപ്പയുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അദ്ദേഹം നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നിങ്ങൾ അറിഞ്ഞോളൂ, ഞാൻ ഈ വിഭാഗത്തിന്റെ കൂടെ ഒരു 2 ബാച്ചാണ്. ഒരു ബാച്ചിനെ കൂട്ടിയുണ്ടി പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ ഉള്ളത്, നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോഴേ മറ്റേ വിഭാഗം എറിയാൻ പഠിച്ചു. മഹാനായ നബി തങ്ങൾ പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ ഉള്ളത്. അപ്പൊ ഈ ടീമിന്റെ കൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോ മറു ടീമിന് കളിക്കാൻ ഒരു പ്രയാസം തോന്നി. എന്താ കാര്യം? കളിച്ചുകൊണ്ട് പരാജയപ്പെട്ടാൽ അള്ളാന്റെ റസൂലിന്റെ ടീമിനെ പരാജയപ്പെടുത്താൻ പറ്റൂലല്ലോ. അതൊരു മോശമല്ലേ? റസൂലുള്ളാഹിന്റെ ടീമാണൊന്ന് അമ്പെയ്ത്ത് മത്സരം നടക്കുകയാണ്, ഞാൻ ഓരോ കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താ നിങ്ങൾ അറിയാതെ മാലക്കും ലാ തർമൂൻ, നിങ്ങൾ വരൂ, മത്സരിക്കാൻ വരൂ. അമ്പെയ്ത്ത് മത്സരമല്ല നടക്കുന്നത്, നിങ്ങളെ ബാപ്പാന്റെ ഏറ്റവും പറ്റിയ പണിയായിരുന്നു ഇത്, നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞവര് കൈഫ നർമി വഅൻത മഅഹും, അള്ളാന്റെ റസൂല് നിങ്ങൾ ഓരോ ടീമിലല്ലേ ഉള്ളത്, പിന്നെ ഞങ്ങൾ എങ്ങനെ കളിച്ച് നിങ്ങളുടെ ടീമിനോട് കളിക്കും? അതൊരു ആദരവിന് മോശമാണ്, ബഹുമാനത്തിന് മോശമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർമു വഅന മഅകും കുല്ലിക്കും, ഞാനൊരു കൂട്ടത് മാത്രം കൂടെയല്ല, 2 ആളെയും കൂടെയാണ് ഞാനുള്ളത്, 2 ടീമിലും ഞാനുണ്ട്, അതുകൊണ്ട് എറിഞ്ഞോളൂ എന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അവർക്ക് പ്രചോദനം കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വെറും പഠനത്തിൽ മുഴുകാതെ കുട്ടികൾക്ക് കായികമായ രീതിയിൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പറ്റുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കാനും ഈ ഒഴിവ് സന്ദർഭങ്ങൾ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോൾ പള്ളിയിൽ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളിയാണ് നടക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് അവർ നിർത്തടാന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅഹും യാ ഉമർ, നീ അവരെ ഒഴിവാക്ക്, വിട്. അവർ ബനൂ ഫിദ ഗോത്രക്കാരാണ്, അവർ കളിന്റെ ആളുകളാണ്, അതുകൊണ്ട് കളിക്കട്ടെ. അങ്ങനെ ചില ആളുകളുണ്ട്, സൂഫി കളി എന്ന് പറഞ്ഞ കളിയുണ്ട്. സൂഫിയാക്കൾക്ക് ഒരു പ്രത്യേകമായ ഒരു കളിയുണ്ട്. ഈ കളികളൊക്കെ ഈ ഒരു രീതിയിലാകുമ്പോഴാണ് അത് അനുവദനീയമായി മാറുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞു, അബൂ യാ ബനി റഫീദ, നിങ്ങൾ കളിച്ചോളൂ, ഹത്താ യഅലമൽ യഹൂദ്, യഹൂദികൾ അറിയട്ടെ, വന്നസാറ, നസാറാക്കളും, അന്ന ഫീ ദീനിനാ ഫുസ്ഹ, നമ്മുടെ ദീന് അങ്ങനെ കളി മൊത്തം എല്ലാം ഹറാമാക്കുന്ന ടീമല്ല.
നമ്മുടെ ടീം ഇതിങ്ങനെയൊക്കെ നമ്മുടെ ഇസ്ലാമിലും ഉണ്ട് എന്നുള്ളത് യഹൂദികളും നസറാക്കളും മനസ്സിലാക്കട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രചോദനം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാവുന്നതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, വെക്കേഷൻ സന്ദർഭങ്ങളിൽ വെറും മൊബൈൽ മാത്രം കുട്ടികളെ തളച്ചിടാതെ, വീട്ടിനകത്ത് മാത്രം തളച്ചിട്ടുകൊണ്ട് അവരെ മാനസികമായി പീഡിപ്പിക്കാതെ, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കലകളും അതുപോലെ തന്നെ കായികമായ രീതിയിലുള്ള അഭ്യാസങ്ങളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ പ്രചോദനമാണ് നമുക്കിതിലൂടെ കാണുന്നത്. മറ്റൊന്ന് ഇങ്ങനെ കാണാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷാമുക്ക് ഒരു കത്ത് എഴുതുകയാണ്. അല്ലിമ ഔലാദകും മുസ്ബാഹ വൽ ഫുറൂസിയ, കുതിര പ്രാക്ടീസ് നിങ്ങൾ പഠിക്കണം. കുതിര കയറിയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. കാരണം കുതിര എന്ന് പറയുന്നത് വാഹനമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു കുതിരപ്പുറത്തെങ്ങനെ കയറണം, എങ്ങനെയാണ് കുതിര സവാരി നടത്തേണ്ടത്, ഇത് നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷാമിലെ ആളുകൾക്ക് കത്തെഴുതുകയാണ്. അവർക്ക് കത്തെഴുതുകയാണ്. കാരണം ഏത് രീതിയിലുള്ള പ്രതിരോധങ്ങളും, എല്ലാ രീതിയിലുള്ള പ്രതിരോധങ്ങളും അതിന് സജ്ജമായ ഒരു സമൂഹമായി മാറാൻ നിങ്ങൾക്ക് ഈ രീതിയിലുള്ളതെല്ലാം നിങ്ങൾ കൈവശപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല ഒരു വാഹനമോട്ടാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വാഹനമോട്ടാൻ പഠിക്കണമെന്നാണ്. അന്നത്തെ ഹൈല് നിങ്ങൾ ഓട്ടാൻ വേണ്ടി വാഹനം കയറാൻ പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് നിങ്ങളുടെ കുട്ടികൾ ഒരു 18 വയസ്സാകുമ്പോൾ അവർക്ക് വാഹനം ഓട്ടാനും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കണമെന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥമുള്ളത്. അതിനൊക്കെ പറ്റുന്ന സന്ദർഭങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ്, ഒഴിവ് സന്ദർഭങ്ങളാണ്. ഇതൊന്നും വെറുതെ കളയാതെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിക്കണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നാലോ ചില കുട്ടികൾ അഹങ്കാരികളുണ്ടാവും. അഹങ്കാരം അത് അവരുടെ മുഖമുദ്രയായ ചില കുട്ടികളുണ്ടാവും. അവരുടെ വസ്ത്രത്തിൻ്റെ പളപളപ്പും അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള അവരുടെ ഫാഷൻ വിഷയങ്ങളൊക്കെ കാണുമ്പോഴേ ബാപ്പാടെ മുമ്പിൽ വരുമ്പോഴേ ബാപ്പാരെ പടം പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരു ആഭാസകരമായ രീതിയിലുള്ള വസ്ത്രധാരണയുമായി വന്നാൽ അവരെ പടം പഠിപ്പിക്കേണ്ടത്, മര്യാദ പഠിപ്പിക്കേണ്ടത് ബാപ്പമാരുടെ കടമയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനുണ്ട്, വസ്ത്രം ധരിച്ച് ഒരു വല്ലാത്ത നല്ലൊരു വസ്ത്രം ധരിച്ചിരുന്നത്. പക്ഷേ ഉമർ ഫാറൂഖ് അടിച്ചു മോനെ. ആ വസ്ത്രവിധാനം, അതിൻ്റെ രീതിയും അവൻ്റെ മനസ്സിൻ്റെ ആ രീതിയൊന്നും മൂപ്പർക്ക് പറ്റിയില്ല. അടിച്ചപ്പോഴോ അബ്കാഹു, കരഞ്ഞുപോയി മോൻ. فقالت حفصة رضي الله عنها, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ്, പ്രിയപ്പെട്ട മോള് പറഞ്ഞു, എന്തിനാ നിങ്ങൾ ആ മോൻ അടിച്ചത്? സാധാരണയായി വീട്ടിൽ ബാപ്പമാര് മോൻ അടിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നവർക്ക് കൊരുത്ത് പകരുന്നത് അവിടെ കൂടുതൽ ഉമ്മയാണ്. അതേ സ്വഭാവം അന്നുണ്ടായിരുന്നു. ബാപ്പയാവുന്ന ഉമർ ഫാറൂഖ് മോനെ അടിച്ചപ്പോൾ ഉമ്മ വന്നിട്ട് ചോദിച്ചു, ലിമല്ലറബത്ത, എന്തിനു നിങ്ങൾ ഇപ്പം ഈ മോനെ വന്ന് അടിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുറച്ച് വലിയ ആളാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ആ തോന്നിപ്പോകുന്നത് അവന് വേണ്ട എന്ന് പറയാനും അത് നിനക്ക് പറ്റിയ സ്വഭാവമല്ല എന്ന് പഠിപ്പിക്കുവാനുമാണ് മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഈ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വന്തം മോനോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില വിജയങ്ങളുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇങ്ങനെയുള്ള കാര്യങ്ങളും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ദീനീപരമായ വിഷയങ്ങൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാവണം. അത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇതേപോലെ വെക്കേഷനുകളിൽ ദീന് പഠിക്കാനും കളിക്കാനും ഗൗരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള പരിശീലനം നമ്മൾക്ക് നൽകേണ്ട, മക്കൾക്ക് നൽകേണ്ട സന്ദർഭമാണിത്. അതുകൊണ്ട് കൂടുതലായി പറയുന്നില്ല. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ.